ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു നൈറ്റ് റൂട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഒന്ന് പാസ്ത, അതായത് ചിക്കൻ പാസ്തയാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറും പിന്നെ ബീഫ് സ്റ്റൂ പിന്നെ ബീഫ് പൊരിച്ചതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ള റെസിപ്പി ഞാൻ പറയുന്നുണ്ട്. നെയ്ച്ചോറിൻ്റെ മാത്രമേ പറയുന്നില്ല. നെയ്ച്ചോറ് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസെല്ലാം ഇട്ടിനി, അപ്പോൾ അതിലെല്ലാം ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നെയ്ച്ചോറിൻ്റെ ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഒരു നല്ല സേമിയ പായസം കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇത് ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ സേമിയ പായസത്തിൻ്റെ വീഡിയോ അതിന് മുമ്പ് ഇട്ടിനി, അതും വ്ളോഗിൽ തന്നെയാണ്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഏതായാലും ചായ ഒന്നും കുടിക്കുന്നില്ല. ഞാൻ ഈ ഒരു സേമിയ പായസം കുടിച്ചിട്ടാണ് പിന്നെ എൻ്റെ പണിയിലേക്ക് കിടക്കുന്നത്. അങ്ങനെ സേമിയ പായസം കുടിച്ചിട്ട് പിന്നെ മക്കൾ തുണി മടക്കി വെച്ചിനു, അതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ എന്താ പറയുക, റൂം രാവിലെ എല്ലാം വൃത്തിയാക്കും. പക്ഷേങ്കിൽ വൈകുന്നേരം ഒന്ന് എല്ലായിടത്തൊന്നും ഒതുക്കിയിട്ടില്ല അതും വെക്കും ഞാൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഏകദേശം ഇതാ ബാങ്കെല്ലാം കൊടുക്കേണ്ട ആ ടൈം ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് നേരത്തെ അല്ല ബാങ്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ വേഗം തന്നെ ഫുഡെല്ലാം ഉണ്ടാക്കലാന്ന് ഞാൻ. അപ്പോൾ മക്കളുടെ തുണി മടക്കി വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അൽമാരയിൽ എടുത്ത് വെക്കലാന്ന്. പിന്നെ മക്കളെ തുണി മടക്കി വെച്ചാൽ തന്നെ ഞാൻ പിന്നെ വെക്കണ്ടെന്ന് പറയല്ല, അൽമാരിൽ വെക്കണ്ടെന്ന് പറയും. അവരത്ര നീറ്റിൽ വെക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ അവരോട് വെക്കണ്ടെന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ അവർ വെക്കും. പിന്നെ അങ്ങനെ തുണിയെല്ലാം അൽമാരിൽ എടുത്ത് വെച്ച് പിന്നെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് നീറ്റായിട്ട് പിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിർസാനയുടെ മദ്രസൻ്റെ ക്ലാസ് ഓൻ്റെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓനോടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് ഇറച്ചിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിന്, ബീഫും പിന്നെ അതുപോലെ തന്നെ ചിക്കനും. പാസ്തക്ക് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് വേണ്ടത്. പിന്നെ ഞാനിതാ ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ തോല് കളഞ്ഞെടുക്കലാന്ന്. പിന്നെ അങ്ങനെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞ് ഇനി കിച്ചണിലെ പരിപാടിയാണ്. പിന്നെ രാവിലെ പിന്നെ എന്താ പറയുക, റൂമിൽ എല്ലാം വൃത്തിയാക്കണം ചെയ്യും. പക്ഷെ വൈകുന്നേരം മയർഫൊക്കെ വരുമ്പോൾ എല്ലാം നീറ്റായിട്ട് കാണണം. അപ്പോൾ അങ്ങനെ വൈകുന്നേരം എല്ലാം ഒന്ന് എല്ലായിടത്തും ഒന്ന് ഒതുക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കും. പിന്നെ ഇഞ്ചിൻ്റെ വെളുത്തുള്ളി തോല് ഞാൻ സാധാരണ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. ഇപ്പോൾ കുറേ അങ്ങനെ ചെയ്യാത്ത, അതുകൊണ്ട് വല്ലാത്ത ഇടങ്ങാറാണ്. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഈസി ആയിരുന്നു. പിന്നെ ഞാനിന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നത് പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പത്തിനും നെയ്ച്ചോറിനെല്ലാം പറ്റിയ നല്ലൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ മുമ്പ് ഇട്ടിനി ബീഫിൻ്റെ കുറേ കറികൾ ഞാൻ ഇട്ടിനി. പിന്നെ ബീഫ് കുറുമ, ബീഫ് വരട്ടിയത്, ബീഫ് കറി, നമ്മൾ സാധാരണ വെക്കുന്ന കറിയല്ല. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇട്ടിനി. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയിട്ട് കുറേ ആൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് വെക്കുന്നതും നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടില്ലേനു. അപ്പോൾ അതിൽ കുറച്ചാൾ ചോദിച്ചിനേനു ഈ ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസ് മസാല ഇടുന്ന കിട്ടിയെന്ന്. ഇത് ഞാൻ പിന്നെ അജ്മാൻ മാർക്കറ്റിൽ പോരെ, ഇറാനി മാർക്കറ്റിൽ പോരെ, ആടുന്നൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പിന്നെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഞാനും ആദ്യം തന്നെ ആദ്യമായിട്ട് കാണുന്നതിനു ഈ ഒരു പിന്നെ മസാലപ്പൊടി. അങ്ങനെ വാങ്ങിയാലും പിന്നെ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഞാൻ രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു ഇതെവിടുന്നാണ് വാങ്ങിയെന്ന്. അപ്പോൾ ഞാൻ അജ്മാനിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഞാൻ ലുലുവിലും നെസ്റ്റോറിലും പോയാൽ ആടെല്ലാം കേട്ടോ ഈ ഒരു മസാലപ്പൊടി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് വലിയ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഉണ്ടാവും, ആടെല്ലാം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിതാ ബീഫ് പൊരിക്കാൻ വേണ്ടിയിട്ട് ബീഫ് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ വെറും തനിക്കഷ്ണം എടുത്തിട്ടുള്ളൂ, എല്ലില്ലാത്ത പീസ്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ലേശം വെള്ളം ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇറച്ചി 1/2 കിലോ ഇറച്ചിയാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ ലേശം ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇനി ഇത് നമുക്ക് വേവിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേവിച്ചാൽ നല്ല ഫ്ലേവറായിരിക്കും. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഇത് തനിക്കഷ്ണയോട് പെട്ടെന്ന് വന്നോളൂ, 20 മിനിറ്റ് അത്രയും മതി. ഇനി പിന്നെ ബീഫ് കറി ഉണ്ടാക്കലാന്ന്. അപ്പം ബീഫ് കറിക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഓയിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് ഇപ്പം ഞാൻ 5 ഏലക്കായും പിന്നെ കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം, ചെറിയ കഷ്ണം പട്ട, പിന്നെ ഞാൻ കുറച്ച് മുഴുവൻ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മസാല എല്ലാം ഒന്ന് ചൂടായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് വാട്ടി കൊടുക്കാം.
ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയിലൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 5-6 വെളുത്തുള്ളിയും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ പച്ചമുളക് ഞാൻ ഇതിൽ ചതച്ചെടുക്കുന്നില്ല, വേറെ തന്നെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ചതക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൊരിക്കാനുള്ള ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിനല്ല, അപ്പോൾ അത് ആയിട്ടുണ്ട്. നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഞാൻ വെറും 20 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതാ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ ലേശം വെള്ളമുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ അങ്ങ് ഫ്രൈ പാനിൽ ഇട്ട് കൊടുത്താൽ മതി. കക്കത്തോട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഉള്ളി പിന്നെ ഏകദേശം ഇവിടെ നല്ലോണം വാടിയിട്ടൊന്നുമില്ല, പകുതിയേ വാടിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലോണം ഒന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പകുതിയോളം വാട്ടിയെടുത്താൽ മതി. നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാൻ കഴുകി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ബീഫ് മേടിക്കുന്ന സമയത്ത് നല്ല ബോണോട് കൂടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് എടുക്കാൻ നോക്കാൻ, അങ്ങനെ വാങ്ങിയാൽ മതി. അങ്ങനെ പിന്നെ വാങ്ങിയിട്ട് കറി വെക്കുമ്പോൾ നല്ല രസം കിട്ടാൻ. നമ്മൾ വെറും തനിക്കഷ്ണം മാത്രമാക്കിയിട്ട് കറി വെച്ച് നോക്കിയാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഈ ബോണും കുറച്ച് നെയ്യെല്ലാം ഉണ്ടാകുമ്പോഴാണ് പിന്നെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ വാങ്ങാൻ നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 2-ാം പാലാണ് ചേർത്ത് കൊടുത്തത്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. 2-ാം പാൽ, പിന്നെ 2-ാം പാലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് തക്കാളി, ഞാൻ ഒരു തക്കാളി, വലിയ തക്കാളിയാണ്, പിന്നെ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതാ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് വേകാനാകുന്ന സമയത്ത് വേണം അതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാൻ. ഇനി അടുത്തതായിട്ട് ഞാനിതാ പാസ്ത വേവിക്കലാന്ന്. ഞാൻ ഈ ഒരു പെന്നേന്നുള്ള പാസ്തയാണ് എടുത്തത്. ഇതിനെ കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല രസമാണ്. പിന്നെ നിങ്ങൾക്ക് ഇതന്നെ വേണമെന്ന് പിന്നെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ എടുക്കുന്ന മക്രോണി ഇല്ല, അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനെ കൊണ്ട് ഉണ്ടാക്കിയാൽ വേറെ തന്നെ രസമാണ്. അപ്പോൾ ഞാനിത് 2 കപ്പ് വേവിക്കുന്നുണ്ട്. ഞാൻ 2 കപ്പിൻ്റെ കണക്കിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ വെള്ളം തിളക്കാനായി. അപ്പോൾ ഞാൻ പാസ്ത അതിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാസ്ത പോകുമ്പോഴത്തേക്ക് ഞാനിതാ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇവിടെ മുറിച്ച് വെക്കലാന്ന്. നമുക്കിത് ബീഫിലിട്ട് കൊടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റാണ് എടുത്തത്. ക്യാരറ്റ് കുറച്ച് വലിയ ക്യാരറ്റാണ്, ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എടുക്കാം. പിന്നെ ബീഫ് വേകാനാകുന്ന സമയത്ത് വേണം ഓഫാക്കാൻ കേട്ടോ. നമുക്ക് ഈ ക്യാരറ്റ് ഉരുളക്കിഴങ്ങും പിന്നെ അതിലേക്ക് ഇട്ടിട്ട് ഒരു വിസിൽ വന്നാൽ ഓഫാക്കണ്ടേന്ന്. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ സ്ക്വയർ പീസാക്കിയിട്ട് ഇടാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതാ ഈ ഒരു വലുപ്പത്തിൽ. പിന്നെ ബീഫ് വേകാൻ വേണ്ടിയിട്ട് 20 മിനിറ്റേ വേണ്ടൂ. പക്ഷേങ്കിൽ പിന്നെ ഫുള്ളായിട്ട് വേവിക്കണ്ട. ഈ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നമുക്ക് ഒരു വിസിലും കൂടി വരുത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേകാനാകുന്ന സമയത്ത് വേണം ഓഫാക്കാനെന്ന്. അപ്പോൾ ഇതാ ബീഫ് ഏകദേശം വേകാനായിനി. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഓഫാക്കിനി. നമുക്കിനി കുറച്ചും കൂടി ഇത് വേകാനുണ്ട്. അപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലിട്ടിട്ട് ഒരു വിസിൽ വന്നാൽ പിന്നെ കറക്റ്റ് വേവി നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്ത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് പിന്നെ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സായി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ചില ബീഫിനെല്ലാം വേവ് കൂടുതലായിരിക്കും, പിന്നെ ചില ബീഫിന് വേവ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കിയിട്ട് വേണം ബീഫ് വേവിച്ചെടുക്കാനായിട്ടാ. അപ്പോൾ ഇതൊരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തിട്ട് ഇതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഇതിലുള്ള ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും ബീഫെല്ലാം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി പണിയുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ് നിറച്ചും കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കൂടുതൽ കട്ടി വെക്കണ്ട, കൂടുതൽ വെള്ളം പോലെ ആക്കണ്ട. കറക്റ്റ് പാകത്തിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് കാര്യമായ പണിയുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചട്ടി അച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ആ കറിയിലേക്ക്. അപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂണ് RKG ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയില്ലേ, അത് ഞാൻ 2 എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ടിട്ട് ഇതാ ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറാക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 2 കായ്മുളക് ചെറുങ്ങനെ മുറിച്ചതും പിന്നെ ലേശ കറിവേപ്പിലയും
പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് ഈ നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടി കൊടുക്കാം. എന്നിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ചെറുങ്ങനെ മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഞാനിപ്പോൾ ചെറിയ തീയിലാണ് ഇത് വെച്ചത് കേട്ടോ. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ആദ്യം തന്നെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബട്ടർ ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് കട്ടയില്ലാണ്ട് ഇതൊന്ന് മിക്സായി കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് പാസ്തേൻ്റെ കണക്കിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ പിന്നെ 1 കപ്പാണെങ്കിൽ പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഒരു ടേബിൾ സ്പൂൺ മൈദ അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പിൻ്റെ കണക്കിലാണെന്നല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ മൈദയും എടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നല്ലൊരു സോസാക്കിയിട്ട് ഇതിനെ എടുക്കണം. അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്, അതായത് ക്രഷ് ചെയ്തത്, അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ ഒരു ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തത്. ചിക്കന് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം വാർത്തിയെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. വെള്ളത്തോടെ അങ്ങ് ഇട്ട് കൊടുക്കരുത്. നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പാസ്തക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് ക്രഷ് ചെയ്ത മുളകില്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായ്മുളക് ക്രഷ് ചെയ്തതാണ്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളകിൻ്റെ പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചിക്കൻ ഒന്ന് വേട്ടെ. ചിക്കൻ വേകാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് അത്രയേ വേണ്ടൂ. ബ്രസ്റ്റ് പീസല്ല, പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ ഇതിലുള്ള ചിക്കനെല്ലാം വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സായി കൊടുക്കാം. നമ്മൾ കാര്യമായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നതാണ് പിസ്സ സോസ്. അത് ഞാൻ 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ 3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ഒഴിച്ച് കൊടുത്തേ. പിന്നെ ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചും കൂടിയും പിന്നെ വേണമെല്ലാം തോന്നിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പിന്നെ ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ പിസ്സ സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പോളം പാലുണ്ടാവുമേ. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പിസ്സ സോസിൻ്റെ കുറച്ചും കൂടി ടേസ്റ്റ് വേണമെല്ലാം തോന്നിയിട്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഒരുമിച്ചിട്ട് ചേർത്ത് കൊടുത്തേ. ഇനി നമുക്കിതിലേക്ക് പിന്നെ ഞാൻ ഒരു വലിയ ക്യാപ്സിക്കനും അതിൻ്റെ 3/4 ഭാഗമാണ് എടുത്തത്. അത് ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഉപ്പ് പോരായിട്ട് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സായി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സായി കൊടുക്കുക. നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, 1/4 ടീസ്പൂൺ അത്രയും വേണ്ട, ലേശം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സായി കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. ഞാനിവിടെ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് 1/2 കപ്പോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് മിക്സായി കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള ചൂടിൻ്റെ തന്നെ ഈ പിന്നെ എന്താ പറയുക, ചീസ് ഉരുകിക്കോളൂ, നല്ലോണം മെൽട്ടായിട്ട് വന്നോളൂ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറേ നേരം ഒന്നും അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ചൂടിൽ തന്നെ അങ്ങ് ചീസ് മെൽട്ടായിക്കോളൂ. അപ്പോൾ നമ്മൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. വൈറ്റ് പാസ്തേനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു പാസ്ത. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ പാസ്തയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ബീഫ് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ബീഫ് നമ്മൾ വേവിച്ച് വെച്ചാന്നല്ല, ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഇതിലേക്ക് ഞാൻ ലേശം പെരിഞ്ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മതിയേ. പിന്നെ 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കക്കത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സായി കൊടുത്തതിന് ശേഷം ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാനിന്ന് ഇത് കുറച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഫുഡെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് വെച്ചാൽ നബിദിനല്ലേ. അപ്പോൾ ഇന്ന് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ പിന്നെ ഇന്നലെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കിന്. അതുകൊണ്ട് പിന്നെ ഇന്ന് ഏതായാലും നെയ്ച്ചോറും ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ അതിൻ്റെ ഒക്കെ മക്കൾക്ക് പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാസ്തയും കൂടി ഉണ്ടാക്കി. അപ്പോൾ ഇതാ നെയ്ച്ചോറും അടുപ്പത്താക്കുന്നുണ്ട്. നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നില്ല. ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം ഇട്ടിനി. അപ്പോൾ നെയ്ച്ചോറും ഇവിടെ റെഡിയായി. അങ്ങനെ ഫുഡെല്ലാം റെഡിയായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ച്. ക്ലീനിങ്ങൊന്നും ഞാൻ അധികം കാണിക്കുന്നില്ല. കുറേ വീഡിയോയിലെല്ലാം അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അധികം ബോറാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ എന്താ പറയേണ്ട, വീഡിയോ ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ക്ലീനിങ് ഒന്നും കാണിക്കാത്തത്. അങ്ങനെ ഇതാ നമ്മളെ കറിയെല്ലാം ഇടാൻ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ബീഫ് കറി, പിന്നെ അതുപോലെ തന്നെ ബീഫ് പൊരിച്ചത്, പിന്നെ ഇതിൻ്റെ അടിയിലുള്ളത് പാസ്തയാണ്. ഇനി എന്താ പറയുക, മാറുഫ്ക ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മക്കളെ ഓൺലൈൻ ക്ലാസ് ഏകദേശം കഴിയാനായിട്ടുണ്ട്. അവർക്കിന്ന് മദ്രസ ഇല്ല, പിന്നെ മൗലൂദാണ് ഓൺലൈനിൽ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കും. പിന്നെ ഞാൻ അടുപ്പത്ത് ചായക്ക് വെച്ചേന്ന് കേട്ടോ, മാറുഫ്കക്ക് ചായ വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ മൗലൂദെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും ഇതാ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ബീഫ് കറി ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. പിന്നെ വെള്ളാപ്പത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. പിന്നെ അതുപോലെ തന്നെ പാസ്ത നല്ല അടിപൊളി ടേസ്റ്റാണ്. പാസ്ത ഇതാ തീർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ 2 കപ്പിനെ ആക്കിയിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വെറുതെ ബാക്കിയാക്കിയിട്ട് വെക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ചീസെല്ലാം ഇട്ടല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് എത്തിന്. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ബാക്കി ആയിട്ടില്ല, ബാക്കി ആയാലല്ലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ, ഈ ഒരു ബീഫ് കറിൻ്റെയും പിന്നെ അതുപോലെ തന്നെ പാസ്തൻ്റെ എല്ലാം. അപ്പോൾ നല്ലോണം ഇഷ്ടമായി എനിക്ക്. അല്ലെങ്കിൽ ഈ പാസ്തയും പിന്നെ ഈ നൂഡിൽസ് അങ്ങനെയൊന്നും അത്ര ഇഷ്ടമല്ലേനു, പക്ഷേങ്കിൽ എനിക്കും നല്ലോണം ഇഷ്ടമായിന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അതിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി പിന്നെ കിച്ചണെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ച്. അപ്പോൾ ഈ പാത്രം കഴുകലെല്ലാം ലാസ്റ്റത്തെ പണി മോള പണിയാണ്. അപ്പോൾ ഓളാന്ന് പാത്രമെല്ലാം കയറ്റി ഇതാ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.